സഹകാരി റൈസ് പ്ലസിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നോക്കുന്നത് പ്രിപ്പോസിഷനാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് സെൻറ്റൻസുകളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രിപ്പോസിഷൻ. ഏതൊക്കെയാണ് നമുക്കറിയാം. ഇന്ന് ഉപയോഗിക്കാറുണ്ട്, ഓൺ ഉപയോഗിക്കാറുണ്ട്, അറ്റ്, വിത്ത്, ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം പ്രിപ്പോസിഷനാണ്. അപ്പോൾ ചോദ്യങ്ങൾ PSC ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ചോദ്യങ്ങളാണ് പ്രിപ്പോസിഷനുമായി ബന്ധപ്പെടുത്തി ചോദിക്കുന്നത്. തന്നിരിക്കുന്ന ചോദ്യത്തിൽ പ്രിപ്പോസിഷൻ ഫില്ലപ്പ് ചെയ്യുക എന്ന രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ മറ്റൊരു തരം ചോദ്യം എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉചിതമായ രീതിയിൽ പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്ന ഏത്, അതിന് ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കുന്നില്ല, കറക്റ്റ് സെൻറ്റൻസ് ഏത് എന്ന രീതിയിലും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ പ്രിപ്പോസിഷനായിട്ട് ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾ അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഒന്ന്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചോദ്യങ്ങളും വരാറുണ്ട്. രണ്ടാമത്തത്, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള സെൻറ്റൻസ് ഏത്, തെറ്റായിട്ടുള്ള സെൻറ്റൻസ് ഏത്, അങ്ങനെയുള്ള രീതിയിലും വരാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് പ്രിപ്പോസിഷനിൽ ഓരോ പ്രിപ്പോസിഷനും എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ പ്രിപ്പോസിഷനുമായി ബന്ധപ്പെടുത്തി 3 തരത്തിലുള്ള രീതിയിലാണ് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. 3 തരത്തിലാണ് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തത് ഡയറക്റ്റ് പ്രിപ്പോസിഷൻ. ഡയറക്റ്റ് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ, ഇന്ന കാര്യങ്ങൾക്കൊപ്പം ഇന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്നു വ്യക്തമായ സമയത്തിന് മുന്നിൽ അറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫിക്സഡ് കണ്ടീഷൻസ് ആണ്. രണ്ടാമത്തെ തരം പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്ന തരം എന്ന് പറയുന്നത് ചില വാക്കുകളോടൊപ്പം ഇന്ന പ്രിപ്പോസിഷൻ മാത്രമേ ചേരാറുള്ളൂ. വാക്കുകൾക്കൊപ്പം ചേരുന്ന പ്രിപ്പോസിഷൻസ് അല്ലേ. ഗുഡ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം അറ്റ് ചേർത്ത് നമുക്ക് പറയാം. മൂന്നാമത്തെ തരം കാര്യങ്ങളെന്ന് പറയുന്നത് ഏതാണ്? തന്നിരിക്കുന്ന സെയിം വേർഡ്സ് വിത്ത് ഡിഫറെൻറ്റ് പ്രിപ്പോസിഷൻ. അതായത് ഒരേ വാക്കുകളും അതിനോടൊപ്പം ചേരുന്ന വ്യത്യസ്ത പ്രിപ്പോസിഷൻ. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മൾ പ്രിപ്പോസിഷൻ പഠിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങളാണ് ഇപ്പോൾ പഠിച്ചു പോകുന്നത്. ഏറ്റവും അവസാനം ഒരു കാര്യം പഠിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് എവിടെയൊക്കെ ഓരോ പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം, അതുപോലെ ഓരോ പ്രിപ്പോസിഷനോടൊപ്പം ചേരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ വാക്കുകൾ കഴിഞ്ഞാലാണ് അതിനോടൊപ്പം വരുന്ന പ്രിപ്പോസിഷൻ ഏതൊക്കെയാണ്, ഇന്ന വാക്കിനോടൊപ്പം ചേരുന്ന വാക്കുകൾക്കൊപ്പം ചേരുന്ന പ്രിപ്പോസിഷൻ. ഇങ്ങനത്തെ 2 കാര്യങ്ങളാണ് ഇപ്പോൾ പഠിച്ചു പോകുന്നത്. നോക്കിയേ, അതിൽ ആദ്യത്തത് നമ്മൾ പ്രിപ്പോസിഷൻ. അപ്പോൾ എന്താണ് ഈ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റൻസുകൾക്ക് പൂർണ്ണത നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ആശയപൂർണ്ണതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഏതെന്ന് പറയുന്നത്? പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഏതൊക്കെയാണ് പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് ഉപയോഗിക്കാറുണ്ട്, ഓൺ ഉപയോഗിക്കാറുണ്ട്, ഇന്ന്, അതുപോലെ ബൈ ഉപയോഗിക്കാറുണ്ട്, വിത്ത് ഉപയോഗിക്കാറുണ്ട്, എമങ് ഉപയോഗിക്കാറുണ്ട്, ബിറ്റ്വീന്, ബിസൈഡ്, ബിസൈഡ്സ്, ഇൻറ്റു, അപ്പോൺ, എബോ, ബിലോ, അണ്ടർ, എക്സെട്ര മുതലായ പ്രിപ്പോസിഷൻസ്, മുതലായ വാക്കുകളെല്ലാം പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഏതൊക്കെയാണെന്ന് എന്നോടൊപ്പം ഒന്ന് ഉറച്ചു പറഞ്ഞു നോക്കിയേ. അറ്റ് ഉപയോഗിക്കാം, ഒന്ന് പരിചയപ്പെട്ടാൽ മാത്രം മതി. പ്രിപ്പോസിഷൻ ഇതൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി ഓരോന്നിൻ്റെ ഉപയോഗവും ആ പ്രിപ്പോസിഷൻ ചേരുന്ന വാക്കുകൾ നമ്മൾ പഠിച്ചങ്ങ് പോകും. അപ്പോൾ അറ്റ് ഉപയോഗിക്കാം, ഓൺ ഉപയോഗിക്കാം, ഇന്ന് ഉപയോഗിക്കാം, ബൈ ഉപയോഗിക്കാം, വിത്ത്, എമങ്, ബിറ്റ്വീന്, ബിസൈഡ്, ബിസൈഡ്സ്, ഇൻറ്റു, അപ്പോൺ, എബോ, ബിലോ, അണ്ടർ ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം എന്തായിട്ട് ഉപയോഗിക്കുന്നു? പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കുന്നു. ഇത്തരം വാക്കുകളെല്ലാം എന്തായിട്ട് ഉപയോഗിക്കുന്നു? പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ പ്രിപ്പോസിഷൻ. ഇനി അതിൽ ആദ്യത്തേതാണ് നമ്മൾ പഠിക്കുന്നത് അറ്റാണ്. അറ്റ് എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത്. നോക്കിയേ, ഒന്നാമത്തത് ഒരു പ്രധാനപ്പെട്ട 5 സന്ദർഭങ്ങളിലാണ് നമ്മൾ അറ്റ് ഉപയോഗിച്ച് പറയുന്നത്. പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾക്ക് മുന്നിലാണ് അറ്റ് ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യത്തത് വ്യക്തമായ സമയത്തിന് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. കൃത്യ സമയങ്ങൾക്ക് മുന്നിൽ നമുക്ക് എന്ത് ചേർക്കാം? അറ്റ് ചേർത്തിട്ട് പറയാം ഇല്ലേ. അപ്പോൾ നമ്മൾ അറ്റ് 10 o'clock എന്ന് പറഞ്ഞാൽ കൃത്യം 10 മണിക്ക്, അറ്റ് 11 o'clock എന്ന് പറഞ്ഞാൽ കൃത്യം 11 മണിക്ക്, അറ്റ് ബെഡ് ടൈം കൃത്യം എന്ത് ചെയ്യുന്നുണ്ട് കിടക്കേണ്ട സമയം എന്നൊക്കെ കൃത്യസമയങ്ങളാണ്. ഇപ്പോൾ ബെഡ് ടൈം എന്ന് പറയുന്ന ഒരു ടൈമിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അറ്റ് എന്ത് ചെയ്യുന്നു? നൈറ്റ്, രാത്രി, അറ്റ് മിഡ് നൈറ്റ് എല്ലാം അറ്റ് ചേർത്തിട്ട് പറയാം. അപ്പോൾ കൃത്യ സമയത്തിന് മുന്നേ നമുക്ക് എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. എക്സാമ്പിൾ നോക്കിയേ, ദ ട്രെയിൻ ലീവ്സ് ദ സ്റ്റേഷൻ അറ്റ് 11
AM. കണ്ടല്ലോ, അറ്റ് 11 AM. കൃത്യസമയത്തിന് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. അതുപോലെ തന്നെ അറ്റ് മിഡ് നൈറ്റ് ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ്. അറ്റ് മിഡ് നൈറ്റ് ഇതും ഒരു സമയത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വാക്കുകളാണ്. മിഡ് നൈറ്റ്, അറ്റ് ദ വീക്കെൻഡ്, അറ്റ് ബെഡ് ടൈം, അതുപോലെ അറ്റ് സൺസെറ്റ്, സൺറൈസ്, സൺസെറ്റ്, അറ്റ് നൈറ്റ്, ഇങ്ങനെയുള്ള വാക്കുകൾക്ക് മുന്നിലെല്ലാം നമുക്ക് അറ്റ് ചേർക്കാം. അപ്പോൾ പറഞ്ഞ കാര്യം എന്താ? വ്യക്തമായ സമയത്തിന് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. അപ്പോൾ ഇതൊക്കെ പഠിച്ചോണം. അറ്റ് മിഡ് നൈറ്റ്, അറ്റ് ദ വീക്കെൻഡ്, അറ്റ് ബെഡ് ടൈം, അറ്റ് സൺറൈസ്, അറ്റ് സൺസെറ്റ്, അറ്റ് നൈറ്റ്, ഇവയ്ക്ക് മുന്നിലെല്ലാം നമുക്ക് എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. അപ്പം അറ്റ് ഉപയോഗിക്കുന്ന ആദ്യത്തെ കണ്ടീഷനാണ് വ്യക്തമായ സമയത്തിന് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. ഇനി നോക്കിയേ, രണ്ടാമത്തെ കണ്ടീഷനാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. നോക്കിയേ, താരതമ്യേന ചെറിയ സ്ഥലങ്ങൾ സ്ഥലത്തിന് പ്രാധാന്യം കൊടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. ഓക്കെ, സ്ഥലങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു പറയുക, അല്ലെങ്കിൽ വ്യക്തമായ സ്ഥലങ്ങളാണെങ്കിൽ എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. വ്യക്തമായ സ്ഥലം അല്ലെങ്കിൽ സ്ഥലത്തിന് പ്രാധാന്യം കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ്. നോക്കിയേ, ഐ ലിവ് അറ്റ് നെടുമങ്ങാട്. കണ്ടല്ലോ, കൃത്യസ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചേർക്കാം? അറ്റ് ചേർത്തിട്ട് പറയാം. കൃത്യസ്ഥലങ്ങളാണെങ്കിൽ എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. അതുപോലെ നോക്കിയേ, അറ്റ് ദ ഡോർവേ, കൃത്യസ്ഥലങ്ങളാണ്, സ്പോട്ടുകളാണ്. അറ്റ് ഓക്സ്ഫോർഡ്, അറ്റ് ക്രേംബ്രിഡ്ജ്, അറ്റ് ദ പബ്ലിക് ലൈബ്രറി, ഇവയ്ക്ക് മുന്നിലെല്ലാം നമുക്ക് എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. അപ്പം അറ്റ് ഉപയോഗിക്കുന്ന രണ്ട് കണ്ടീഷനാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ കണ്ടീഷൻ എങ്ങനെയാണ് പറഞ്ഞത്? ആദ്യം പറഞ്ഞ കണ്ടീഷൻ വ്യക്തമായ സമയത്തിന് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. രണ്ടാമത് പറഞ്ഞത് താരതമ്യേന ചെറിയ സ്ഥലങ്ങൾ സ്ഥലത്തിന് പ്രാധാന്യം കൊടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. ഓക്കെ, രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. മൂന്നാമത്തെ കാര്യം നോക്കിയേ, വില, എണ്ണം, തൂക്കം, സ്പീഡ് എന്നിവയ്ക്ക് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. ഒരു വസ്തുവിൻ്റെ വില, അതുപോലെ എണ്ണം, അതുപോലെ തൂക്കം, അതുപോലെ സ്പീഡ് എന്നിവയ്ക്ക് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. വില, എണ്ണം, തൂക്കം, സ്പീഡ് എന്നിവയ്ക്ക് മുന്നിൽ അറ്റ് ചേർക്കാം. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. ഒന്നാമത്തത്, ദേ ആർ സെല്ലിംഗ് മാംഗോസ് അറ്റ് RS 50 per kg. കണ്ടല്ലോ, ദേ ആർ സെല്ലിംഗ് മാംഗോസ് അറ്റ് RS 50 per kg. കണ്ടല്ലോ, അപ്പോൾ തന്നിരിക്കുന്നതിൽ വിലയ്ക്ക് മുന്നിൽ നമ്മൾ എന്ത് ചേർത്ത് പറഞ്ഞിരിക്കുന്നു? അറ്റ് ചേർത്തിട്ട് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു ചോദ്യം നോക്കിയേ, ഹീ ഈസ് ഡ്രൈവിംഗ് അറ്റ് 60 kilometers per hour. കണ്ടല്ലോ, തന്നിരിക്കുന്നതിൽ 60 kilometers per hour. അപ്പോൾ തന്നിരിക്കുന്നതിൽ നമ്മളെന്ത് പറഞ്ഞു? വില, എണ്ണം, തൂക്കം, സ്പീഡ് എന്നിവയ്ക്ക് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടെ പറഞ്ഞേ. ഒന്നാമത് പറഞ്ഞത് താരതമ്യേന ആദ്യം പറഞ്ഞത് വ്യക്തമായ സമയത്തിന് മുന്നിൽ നമുക്ക് അറ്റ് ചേർത്തിട്ട് പറയാം. രണ്ടാമത്തത് ഫിക്സഡ് പ്ലേസുകൾക്ക് മുന്നിൽ താരതമ്യേന ചെറിയ സ്ഥലങ്ങൾ സ്ഥലത്തിന് പ്രാധാന്യം കൊടുത്തു പറയുകയാണെങ്കിൽ എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. മൂന്നാമത് പറഞ്ഞത് ഏതാ? വില, എണ്ണം, തൂക്കം എന്നിവയ്ക്ക് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. അടുത്ത നാലാമത്തെ കണ്ടീഷൻ നോക്കിയേ, കലണ്ടർ ഫെസ്റ്റിവൽസിന് മുന്നിൽ അറ്റ് ചേർത്തിട്ട് പറയാം. ആഘോഷങ്ങളുടെ പേരിന് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. ആഘോഷങ്ങളുടെ പേരിന് മുന്നിൽ അറ്റ് ചേർക്കാം. നിങ്ങൾക്ക് ഇതിന് എക്സാമ്പിൾ പറയാം. ഏതൊക്കെ പറയാം? അറ്റ് ഓണം, അറ്റ് ക്രിസ്മസ്, അറ്റ് റംസാൻ, അറ്റ് ന്യൂ ഇയർ എല്ലാത്തിനും മുന്നിൽ നമുക്ക് എന്ത് ചേർക്കാം? അറ്റ് ചേർത്തിട്ട് പറയാം. അപ്പോൾ ആഘോഷങ്ങളുടെ പേരിന് മുന്നിൽ അറ്റ് ചേർത്തിട്ട് പറയാം. എന്നാൽ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഓണിൽ അത് വ്യക്തമായി പറയും. ആഘോഷങ്ങളുടെ പേരിന് മുന്നിൽ അറ്റാണെന്ന് പറഞ്ഞു. എന്നാൽ ആഘോഷങ്ങളുടെ പേര് കഴിഞ്ഞിട്ട് ഡേ എന്ന വാക്ക് വന്നിട്ടുണ്ടോ നോക്കണം. ആഘോഷങ്ങളുടെ പേര് കഴിഞ്ഞിട്ട് ഡേ എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അറ്റ് ചേർക്കരുത്, പകരം ഓണ് ചേർത്ത് പറയണം. ഡേ എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അറ്റ് ചേർക്കരുത്, പകരം എന്ത് ചേർത്ത് പറയുക? ഓണ് ചേർത്തിട്ട് പറയുക. നമ്മൾ ഓണ് പഠിക്കുമ്പോൾ അതിനകത്ത് ഇത് പറയുന്നുണ്ട്.
നമ്മൾ ഓണം എന്ന് വന്നു കഴിഞ്ഞാൽ അറ്റ് ഓണം പറയാം. എന്നാൽ ഓണം ഡേ എന്നാണ് കിടക്കുന്നതെങ്കിൽ അറ്റ് ഓണം ഡേ എന്ന് പറയില്ല. ഓൺ ഓണം ഡേ, ഓൺ ക്രിസ്മസ് ഡേ, ഓൺ റംസാൻ ഡേ എന്ന് പറയേണ്ടതായിട്ട് വരും. ഇപ്പോൾ സാധാരണ ആഘോഷങ്ങളുടെ പേര് മാത്രം വരികയാണെങ്കിൽ അറ്റ് ചേർക്കുക. എന്നാൽ ആഘോഷങ്ങളുടെ പേര് കഴിഞ്ഞിട്ട് ഡേ എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചേർത്ത് പറയണം? ഓൺ ചേർത്തിട്ട് പറയണം. അപ്പം അറ്റ് ഉപയോഗിക്കുന്ന 4 കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. വ്യക്തമായ സമയത്തിന് മുന്നിൽ അറ്റ് ചേർക്കാം. എന്നോടൊപ്പം ഒന്ന് പറയണേ. രണ്ടാമത് പറഞ്ഞത് താരതമ്യേന ചെറിയ സ്ഥലങ്ങൾ, സ്ഥലത്തിന് പ്രാധാന്യം കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. മൂന്നാമത് പറഞ്ഞത് ഏത് പറഞ്ഞു? നമ്മുടെ വില, എണ്ണം, തൂക്കം, സ്പീഡ് എന്നിവയ്ക്ക് മുന്നിൽ അറ്റ് ചേർത്തിട്ട് പറയാം. നാലാമത് പറഞ്ഞത് ആഘോഷങ്ങളുടെ പേരിന് മുന്നിൽ അറ്റ് ചേർക്കാം. ഇനി അവിടെ ഒരു എക്സെപ്ഷൻ എങ്ങനെ പറഞ്ഞു? ആഘോഷങ്ങളുടെ പേര് കഴിഞ്ഞിട്ട് ഡേ എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അറ്റിന് വരെ എന്ത് ചേർക്കണമെന്നും കൂടെ പറഞ്ഞു? ഓണ് ചേർത്ത് പറയണമെന്ന് പറഞ്ഞു. ഇനി അടുത്ത് നോക്കിയേ, അറ്റ് ഉപയോഗിക്കുന്ന അടുത്തൊരു കണ്ടീഷനാണ് ഒരു വ്യക്തിയുടെ പ്രായത്തെ സൂചിപ്പിക്കാൻ അറ്റ് ഉപയോഗിച്ച് പറയുന്നു. അപ്പോൾ പ്രായങ്ങൾക്ക് മുന്നിൽ, പ്രായത്തിന്, നമ്മളെയൊക്കെ വയസ്സിന് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. വയസ്സിന് മുന്നിൽ നമുക്ക് എന്ത് ചേർക്കാം? അറ്റ് ചേർത്തിട്ട് പറയാം. എക്സാമ്പിൾ നോക്കിയേ, ഹി റിട്ടയർഡ് അറ്റ് 58. ഹി റിട്ടയർഡ് അറ്റ് 58. കണ്ടല്ലോ, അറ്റ് 58, 58. അപ്പം പ്രായത്തിന് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. പ്രായത്തിന് മുന്നിൽ അറ്റ് ചേർക്കാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എത്രയും ഒന്നും കൂടെ പറഞ്ഞേ. അറ്റ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 5 കണ്ടീഷൻസ് ആണ് പഠിച്ചത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ത് പറഞ്ഞു? വ്യക്തമായ സമയത്തിന് മുന്നിൽ അറ്റ് ചേർക്കാം. രണ്ടാമത് പറഞ്ഞത് എന്ത് പറഞ്ഞു? വില, എണ്ണം, തൂക്കം എന്നിവയ്ക്ക് മുന്നിൽ, സ്പീഡ് എന്നിവയ്ക്ക് മുന്നിൽ അറ്റ് ചേർക്കാം. അടുത്ത് പറഞ്ഞത് താരതമ്യേന ചെറിയ സ്ഥലങ്ങൾ, സ്ഥലത്തിന് പ്രാധാന്യം കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ചേർത്തിട്ട് പറയാം. അടുത്ത് പറഞ്ഞത് ആഘോഷങ്ങളുടെ പേരിന് മുന്നിൽ അറ്റ് ചേർക്കാം. അടുത്ത് പറഞ്ഞത് ഏതായിരുന്നു? ഒരു വ്യക്തിയുടെ പ്രായത്തെ സൂചിപ്പിക്കാനും അറ്റ് ചേർത്തിട്ട് പറയാം. ക്ലിയർ ആണല്ലോ അറ്റ് ഉപയോഗിക്കുന്ന 5 കണ്ടീഷൻസ്. ഇനി നോക്കിയേ, ചില വാക്കുകൾ കഴിഞ്ഞാൽ അറ്റാണ് ചേർക്കുന്നത്. ചില വാക്കുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനോടൊപ്പം എന്ത് ചേർത്ത് പറയണം? അറ്റ് ചേർത്തിട്ട് പറയണം. ശ്രദ്ധിച്ചോണേ. അപ്പോൾ അതിനൊരു ചെറിയ കോഡ് വെച്ചിട്ടൊന്ന് പഠിക്കുക. നമ്മൾ അങ്ങോട്ട് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ചെറിയ ചെറിയ കോഡുകൾ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നത്. നോക്കിയോ, നിങ്ങളിങ്ങനെ പഠിക്കുക. ബ്രെയിൻ ലാറ, ബി കുത്തിലാറ, അതായത് ബ്രെയിൻ ലാറ. നമ്മൾ ഇൻഷ്യലൊക്കെ എഴുതുമ്പോൾ ബി ഇട്ടിട്ട് കുത്തിടാറില്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ പൂർണ്ണ രൂപം പറയാറുണ്ടോ? നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതാറില്ലെങ്കിലും പറയുമ്പോൾ നമുക്ക് പറയാമല്ലോ. ബ്രെയിൻ ലാറ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഗെയിം കളിക്കാരനാണ്. പറഞ്ഞേ കുട്ടികളെ, ഒന്ന് പറഞ്ഞു നോക്കിയേ. വെസ്റ്റ് ഇൻഡീസിൻ്റെ W, ക്രിക്കറ്റിൻ്റെ C, ഗെയിമിൻ്റെ G, കളിക്കാരനാണ്. പറഞ്ഞേ, കോഡ് എങ്ങനെയായിരുന്നു? ബ്രെയിൻ ലാറ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഗെയിം കളിക്കാരനാണ്. ഒന്നും കൂടെ പറഞ്ഞേ, കോഡ് എങ്ങനെയാണ്? ബ്രെയിൻ ലാറ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഗെയിം കളിക്കാരനാണ്. നമ്മളിതൊരു കോഡാണ്. ഇതിനകത്ത് കുറച്ച് വാക്കുകൾ നമ്മൾ പഠിക്കും. ഈ വാക്ക് ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം? അറ്റ് ചേർത്തിട്ട് പറയണം. ബിയിൽ വരുന്ന വാക്കാണ് ബാർക്ക്. ഉറച്ചു പറഞ്ഞേ, ബിയിൽ വരുന്ന വാക്ക് ബാർക്ക്. എല്ലിൽ വരുന്ന വാക്കാണ് ലാഫ്. എല്ലിൽ വരുന്ന വാക്ക് ലാഫ്. ഒന്നും കൂടെ പറഞ്ഞേ, ബിയിൽ വരുന്ന വാക്ക് ബാർക്ക്, എല്ലിൽ വരുന്ന വാക്ക് ലാഫ്. എയിൽ വരുന്ന വാക്ക് എയിം. എയിൽ വരുന്ന വാക്ക് എയിം. അടുത്ത എയിൽ വരുന്ന വാക്കാണ് എബിലിറ്റി. അടുത്ത എയിൽ വരുന്ന വാക്ക് എബിലിറ്റി. ഒന്നും കൂടെ, ബിയിൽ വരുന്ന വാക്ക് ബാർക്ക്, എൽ ആണെങ്കിൽ ലാഫ്, എ ആണെങ്കിൽ എയിം, അടുത്ത എ ആണെങ്കിൽ എബിലിറ്റി, അടുത്ത ആറാണെങ്കിൽ റീജോയിസ്. ആറിൽ വരുന്ന വാക്ക് റീജോയിസ്. അപ്പം നിങ്ങൾ അറ്റ് ചേർത്തങ്ങ് പറഞ്ഞാൽ മതി. എ ബാർക്ക് അറ്റ്, അതുപോലെ ലാഫ് അറ്റ്, എയിം അറ്റ്, എബിലിറ്റി അറ്റ്, റീജോയിസ്. റീജോയിസ് പാഠപുസ്തകത്തിലുള്ള വാക്കാണ്. ഹാപ്പിനെസ് എന്നാണ് അർത്ഥം കേട്ടോ. റീജോയിസ് അറ്റ്. അടുത്ത എയിൽ വരുന്ന വാക്കാണ് അമൈസ്. അമൈസ് അറ്റ്, അമൈസ്ഡ്, അമൈസ്. അപ്പം ഒന്നും കൂടെ പറഞ്ഞേ, ബിയിൽ വരുന്ന വാക്ക് ബാർക്ക്, എല്ലിൽ വരുന്ന വാക്ക് ലാഫ്, അടുത്ത എയിൽ വരുന്ന വാക്ക് എയിം, അടുത്ത എയിൽ വരുന്ന വാക്ക് എബിലിറ്റി, ആറിൽ വരുന്ന വാക്ക് റീജോയിസ്, അടുത്ത എയിൽ വരുന്ന വാക്ക് അമൈസ്. ഡബ്ല്യൂയിൽ വരുന്ന വാക്കാണ് വണ്ടർ. ഡബ്ല്യൂയിൽ വരുന്ന വാക്ക് വണ്ടർ. സിയിൽ വരുന്ന വാക്ക് ക്ലവർ. സിയിൽ വരുന്ന വാക്ക് ക്ലവർ. ജിയിൽ വരുന്ന വാക്ക് ഗുഡ്, ഗ്ലാൻസ്, ഗസ്. പറഞ്ഞേ, ഗുഡ്, ഗ്ലാൻസ്, ഗസ്. ജിയിൽ വരുന്ന 3 വാക്ക്
ഗുഡ്, ഗ്ലാൻസ്, ഗസ്. അപ്പോൾ കുട്ടികൾ ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാലും എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. ഇതിൽ ഭൂരിഭാഗം വാക്കുകളും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പോൾ ഏതൊക്കെയായിരുന്നു വാക്കുകൾ? നമ്മൾ അറ്റ് ഫോളോ ചെയ്യുന്ന വാക്കുകൾക്ക് പറഞ്ഞ കോഡ് ഏതായിരുന്നു? ബ്രെയിൻ ലാറ, വെസ്റ്റ് ഇൻഡീസ്, ക്രിക്കറ്റ്, ഗെയിം, കളിക്കാരാണ്. എല്ലാവരും ബോർഡിൽ നോക്കി ഒന്ന് ഉറച്ചു പറഞ്ഞേ. ബിയിൽ വരുന്ന വാക്ക് ബാർക്ക്, എൽ ആണെങ്കിലോ ലാഫ്, എ ആണെങ്കിൽ എയിം, അടുത്ത എ ആണെങ്കിൽ എബിലിറ്റി, ആറിൽ വരുന്ന വാക്ക് റീജോയിസ്, ഡബ്ല്യൂയിൽ വരുന്ന അടുത്ത എയിൽ വരുന്ന വാക്കാണ് അമൈസ്, ഡബ്ല്യൂയിൽ വരുന്ന വാക്ക് വണ്ടർ, സിയിൽ വരുന്ന വാക്ക് ക്ലവർ, ജിയിൽ വരുന്ന 3 വാക്കാണ് ഗുഡ്, ഗ്ലാൻസ്, ഗസ്. ഓക്കെ, ഗുഡ്, ഗ്ലാൻസ്, ഗസ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. ഒരു എക്സാമ്പിൾ നോക്കിയേ. ഹിസ് ക്രിറ്റിസിസം വാസ് എയിംഡ് അറ്റ് ദ ഹോൾ ഡിപ്പാർട്ട്മെന്റ്. ഹിസ് ക്രിറ്റിസിസം വാസ് എയിംഡ് അറ്റ്, കണ്ട എയിം കഴിഞ്ഞിട്ട് അറ്റ് ചേർത്ത്, എയിംഡ് അറ്റ് ദ ഹോൾ ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആണോ? അറ്റ് ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പറഞ്ഞ കോഡ് ഏതായിരുന്നു കൂട്ടില്ലേ? ഒന്ന് ജസ്റ്റ് പറഞ്ഞേ, കോഡ് ഏതായിരുന്നു? ബ്രെയിൻ ലാറ, വെസ്റ്റ് ഇൻഡീസ്, ക്രിക്കറ്റ്, ഗെയിം, കളിക്കാരാണ്. ബിയിൽ വരുന്ന വാക്ക് ഏതാ? ഉറച്ചു പറ. ബാർക്ക്, എൽ ആണെങ്കിലോ ലാഫ്, എ ആണെങ്കിലോ എയിം, അടുത്ത എ ആണെങ്കിലോ എബിലിറ്റി, ആറിൽ വരുന്ന വാക്ക് പറ റീജോയിസ്, അടുത്ത എയിൽ വരുന്ന വാക്ക് അമൈസ്, ഡബ്ല്യു ആണെങ്കിലോ വണ്ടർ, സി ആണെങ്കിലോ ക്ലവർ, ജി ആണെങ്കിൽ ജിയിൽ വരുന്ന 3 വാക്ക് പറ ഗുഡ്, ഗ്ലാൻസ്, ഗസ്. കഴിഞ്ഞാൽ എന്ത് ചേർക്കണം? അറ്റ് ചേർക്കണം. അറ്റ് ക്ലിയർ ആണോ? അപ്പം അറ്റ് ഉപയോഗിക്കുന്ന 5 കണ്ടീഷൻ കൂടെ ഒന്ന് പറഞ്ഞേ. ഒന്നാമത്തെ കണ്ടീഷൻ ഏതാ? വ്യക്തമായ സമയത്തിന് മുന്നിൽ അറ്റ് ചേർക്കണം. രണ്ടാമത്തതാണെങ്കിലോ നമ്മുടെ ചെറിയ സ്ഥലങ്ങൾ സ്ഥലത്തിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ചേർത്ത് പറയണം. മൂന്നാമത്തെ ആണെങ്കിലോ എവിടെ ഉപയോഗിക്കാന്ന് പറഞ്ഞു? താരതമ്യേന ചെറിയ സ്ഥലങ്ങൾ പറഞ്ഞു. ആഘോഷങ്ങളുടെ പേരിന് മുന്നിൽ എന്ത് ചേർക്കാന്ന് പറഞ്ഞു? അറ്റ് ചേർത്തിട്ട് പറയാന്ന് പറഞ്ഞു. നാലാമത്തെ ആണെങ്കിലോ നാലാമത്തെ എന്ത് പറഞ്ഞു? വില, എണ്ണം, തൂക്കം. വില, എണ്ണം, തൂക്കം, സ്പീഡ് എന്നിവയെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുന്നിൽ അറ്റ് ചേർക്കാം. ലാസ്റ്റ് പറഞ്ഞത് വയസ്സിന് മുന്നിൽ അറ്റ് ചേർക്കാം. അറ്റ് ക്ലിയർ ആണല്ലോ? അറ്റ് ക്ലിയർ ആണല്ലോ? ഇനി നോക്കിയേ, ഈ എബിലിറ്റി നമ്മൾ പറഞ്ഞു, എബിലിറ്റിയോടൊപ്പം എന്ത് ചേർത്ത് പറയാമെന്ന് പറഞ്ഞു? അറ്റാണ് ചേർക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? എന്നാൽ എബിലിറ്റിക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്. എബിലിറ്റി ടു ചേർക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കിയോ. എബിലിറ്റിയോടൊപ്പം കോമൺലി അറ്റാണ് ചേർക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് അതാണ്. എന്നാൽ എബിലിറ്റി ടു എന്ന് പറയാറുണ്ട്. അതെവിടെയാണെന്ന് നോക്കിയാണ്. യൂസ് ബിഫോർ എ വെർബ് ടു എക്സ്പ്രസ് വാട്ട് സമ്മൺ ഈസ് കാപ്പബിൾ ഓഫ് ഡൂയിങ്. കഴിവുകൾ, ഒരാളുടെ എബിലിറ്റി, ഒരാളുടെ കഴിവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ബിഫോർ എ വെർബ്, വെർബിന് മുന്നിലായിട്ട് ഉപയോഗിക്കാറുണ്ട്. ടു എക്സ്പ്രസ് വാട്ട് സമ്മൺ ഈസ് കാപ്പബിൾ ഓഫ് ഡൂയിങ്, ഒരാൾക്ക് എന്താണ് ചെയ്യാനുള്ള കഴിവ് എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകളാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ എബിലിറ്റി ടു ചേർത്തിട്ട് പറയണം. എബിലിറ്റി ടു ചേർത്തിട്ട് പറയണം. നോക്ക്, ഷീ ഹാസ് ദ എബിലിറ്റി ടു സിം അക്രോസ് ദ ലേക്ക്. കണ്ടോ? അപ്പൊ നോക്ക്, എബിലിറ്റി ടു സിം അക്രോസ് ദ ലേക്ക്. ആ ലേക്കിന് കുറുകെ നീന്താനുള്ള ഒരു കഴിവാകും എന്ത് ചെയ്യുന്നവിടെ അവൾക്ക് ഉണ്ട്. അപ്പോൾ ഒരു എന്ത് ചെയ്യും? വെർബിന് മുന്നിൽ ഉപയോഗിക്കാം. എന്തുപയോഗിക്കാം? ഒരു കഴിവിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് വെർബായിട്ട് കിടക്കുന്നതെങ്കിൽ നമുക്ക് എബിലിറ്റി ടു ക്രോസ് ദ ലേക്ക്. അപ്പോൾ വെർബുകൾക്ക് മുന്നിലായിട്ട് നമുക്ക് ടു ചേർത്തിട്ട് പറയാം. ഇവിടെ സ്വിം എന്ന് പറയുന്ന വെർബാണ്. മുന്നിലായിട്ട് നമുക്ക് എന്ത് ചേർക്കാം? എന്ത് ചേർത്ത് പറയാം? ടു ചേർക്കാം. അവിടെ എന്ത് ചെയ്യണം? ഒരു എബിലിറ്റിയെ സൂചിപ്പിക്കുന്ന വാക്കായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്നു. അടുത്ത് നോക്കിയേ, എന്നാൽ എബിലിറ്റി ഇന്ന് ചേർത്തിട്ട് പറയാറുണ്ട്. എബിലിറ്റി ഇന്ന്, നമ്മൾ എബിലിറ്റി അറ്റ് പറഞ്ഞു, നീ എബിലിറ്റി ഇന്ന് ചേർത്തിട്ട് പറയാറുണ്ട്. എവിടെയാണ് എബിലിറ്റി ഇന്ന്? യൂസ് ബിഫോർ എ നൗൺ ദാറ്റ് റെപ്രസെന്റ് എ സ്കില്ല്, സബ്ജക്റ്റ് ഓർ ഫീൽഡ്. ഒരാളുടെ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ബിഫോർ എ നൗൺ, നൗണുകൾക്ക് മുന്നിലാണ്. ഇപ്പോൾ എബിലിറ്റി എന്ന വാക്ക് കഴിഞ്ഞിട്ട് ഡാഷ് കഴിഞ്ഞിട്ട് ഒരു നൗണാണ് കിടക്കുന്നത്. എന്തെങ്കിലും ഒരു നൗൺ ഫോം, എന്തിൻ്റെങ്കിലും പേരുകളാണ്. ആ പേരെന്തായിരിക്കാം? റെപ്രസെന്റ് എ സ്കില്ല്, എന്തെങ്കിലും ഒരു എന്ത് ചെയ്യുന്നൂടെ എന്തെങ്കിലും എക്സ്ട്രാ കഴിവായിരിക്കാം. അതിനെ സൂചിപ്പിക്കുന്ന നൗൺ ആയിരിക്കും, വിഷയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മേഖലകളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എബിലിറ്റി ഇൻ, അതിൽ കഴിവുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി എബിലിറ്റി ഇൻ പറയാം. എക്സാമ്പിളിലൂടെ പരിചയപ്പെടാം.
ഷീ ഹാസ് എ ഗ്രേറ്റ് എബിലിറ്റി. ഷീ ഹാസ് എ ഗ്രേറ്റ് എബിലിറ്റി ഇൻ മാത്തമാറ്റിക്സ്. കണ്ടല്ലോ, സബ്ജക്റ്റിൻ്റെ പേര് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൽ എന്ത് ചെയ്യുന്നു? വളരെ എബിലിറ്റി ഉണ്ട്. അപ്പോൾ എബിലിറ്റി ടു എവിടെ ചേർക്കുന്നു? ബിഫോർ യൂസ് എ വെർബ്. വെർബിന് മുന്നിലായിട്ടാണ് ടു എക്സ്പ്രസ് വാട്ട് സമ്മൺ ഈസ് ക്യാപ്പബിൾ ഓഫ് ഡൂയിങ്. എന്താണ് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന രീതിയിൽ ഒരു വെർബ് വരികയാണെങ്കിൽ അവിടെ നമുക്ക് എബിലിറ്റി ടു ചേർത്തിട്ട് പറയാം. എബിലിറ്റി ഇന്നാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് എബിലിറ്റി ഇന്ന് കഴിഞ്ഞിട്ട് ഒരു നൗൺ ആയിരിക്കും വരുന്നത്. ആ നൗൺ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? സ്കില്ലുകളായിരിക്കാം, സബ്ജക്റ്റ് അല്ലെങ്കിൽ മേഖലകളായിരിക്കാം. എബിലിറ്റി ഇന്നും എബിലിറ്റി ടു മറക്കരുത്. അടുത്ത നോക്കിയേ, എബിലിറ്റിക്ക് ഒരു കാര്യങ്ങളുണ്ട്, എബിലിറ്റി ഫോറും കൂടെ ഉപയോഗിക്കാറുണ്ട്. എബിലിറ്റി ഫോറും അത് എത്രയൊന്ന് നോക്കി വെച്ചോണം. എബിലിറ്റി ഫോർ ഉപയോഗിക്കാറുണ്ട്. എന്തുവാ? യൂസ് ടു ഷോ എ പർപ്പസ്, ദ പർപ്പസ് ഓർ ആൻ ഒബ്ജക്റ്റ് ഫോർ വിച്ച് എബിലിറ്റി ഈസ് ഡിസ്പ്ലേഡ്. ഒരു പർപ്പസ്, എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഓർ ആൻ ഒബ്ജക്റ്റ് ഫോർ വിച്ച് എബിലിറ്റി ഈസ് ഡിസ്പ്ലേഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എബിലിറ്റി പ്രകടിപ്പിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എബിലിറ്റി ഫോർ ചേർത്തിട്ട് പറയാം. അതിൽ എന്ന അർത്ഥത്തിൽ നോക്കിയേ, ഷീ ഹാസ് എ റിമാർക്കബിൾ എബിലിറ്റി ഫോർ സോൾവിങ് ദ കോംപ്ലക്സ് പ്രോബ്ലംസ്. കണ്ടല്ലോ, ആ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിൽ അവൾക്ക് എബിലിറ്റി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എബിലിറ്റി ഫോർ ഉപയോഗിക്കുന്നു. എബിലിറ്റി ഫോർ. അപ്പോൾ എബിലിറ്റി ഫോർ യൂസ് ടു ഷോ എ പർപ്പസ്, എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി, അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുന്നു, ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യാനുള്ള കഴിവുണ്ട്, ഒന്ന് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് കാണിക്കുന്നതിൽ എബിലിറ്റി ഫോർ നമ്മൾ ചേർത്ത് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എബിലിറ്റി അറ്റാണ് കോമൺലി ഉപയോഗിക്കുന്നത്. എന്നാൽ എബിലിറ്റി ടു എവിടെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു? തുടർന്നൊരു വെർബായിരിക്കും, അത് അവരുടെ കഴിവുകളായിരിക്കാം, എന്തെങ്കിലും ഒരു കഴിവായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവുകളെ സൂചിപ്പിക്കുന്നു. ഇനി എബിലിറ്റി ഇന്നാണെങ്കിലാ തുടർന്ന് വരുന്ന ഒരു നൗൺ ആയിരിക്കും. നൗൺ എന്ന് പറയുമ്പോഴത്തേക്കും അത് സബ്ജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മേഖലകളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവ്, എന്തെങ്കിലും ഒരു നൗൺ ഫോമിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഇനി എബിലിറ്റി ഫോർ ആണെങ്കിലാ ഒരു പർപ്പസ്, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് എബിലിറ്റി ഫോർ നമുക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ അറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അറ്റ് എവിടെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു? അറ്റിന് 5 കണ്ടീഷനും പറഞ്ഞു. അതുപോലെ തന്നെ അറ്റ് ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ഒരു കോഡും പറഞ്ഞു. അറ്റ് ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പറഞ്ഞ കോഡ് ഏതാ? ബ്രെയിൻ ലാറ, വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ്, ഗെയിം കളിക്കാരനാണ്. ബിയിൽ വരുന്ന വാക്ക് ഏതാ? ബാർക്ക്. എല്ലാണെങ്കിലോ ഒന്ന് പറഞ്ഞേ, ലാഫ്. എ ആണെങ്കിൽ എയിം. അടുത്ത എ ആണെങ്കിലോ എബിലിറ്റി. അടുത്ത 6 റീജോയ്സ്. അടുത്ത എ ആണെങ്കിലോ അമൈസ്. ഡബ്ല്യൂയിൽ വരുന്ന വാക്ക് വണ്ടർ. സി ആണെങ്കിൽ ക്ലവർ. ജിയിൽ വരുന്ന 3 വാക്കാണ് ഗുഡ്, ഗ്ലാൻസ്, ഗസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി നോക്കിയേ, അറ്റുമായി ബന്ധപ്പെടുത്തി കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും എന്നോടൊപ്പം ആ ചോദ്യം ചെയ്തു നോക്കിയേ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഐ വിൽ സീ യു ഡാഷ് 8 PM. ഐ വിൽ സീ യു ഡാഷ് 8 PM. ഓപ്ഷനിൽ അറ്റ്, ഇന്ന്, ഓണ്, വിത്ത്. നോക്കിയേ, ഡാഷ് കഴിഞ്ഞിട്ട് വ്യക്തമായ സമയമാണ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. അറ്റ് ചേർത്തിട്ട് പറയാം. അറ്റ് 8 PM. അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, വി മെറ്റ് ഡാഷ് ലഞ്ച് ടൈം. വി മെറ്റ് ഡാഷ് ലഞ്ച് ടൈം. ഓപ്ഷനിൽ ഇന്ന്, അറ്റ്, ഓണ്, ഫോർ. കണ്ടല്ലോ, അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സമയത്തെ സൂചിപ്പിക്കുന്നതിനാണ് ലഞ്ച് ടൈം എന്ന് പറയുന്നത്, ഒരു ടൈമിനെ സൂചിപ്പിക്കുന്നതാണ്. അവിടെ നമുക്ക് എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. അറ്റ് ലഞ്ച് ടൈം. അറ്റ് ലഞ്ച് ടൈം. അടുത്ത ചോദ്യം നോക്കിയേ, ദ ഇവന്റ് ഈസ് ഡാഷ് ക്രിസ്മസ്. ദ ഇവന്റ് ഈസ് ഡാഷ് ക്രിസ്മസ്. ഡാഷ് കഴിഞ്ഞിട്ട് ഒരു ആഘോഷത്തെ സൂചിപ്പിക്കുന്ന വാക്ക് വന്നിരിക്കുന്നു. ആഘോഷത്തെ സൂചിപ്പിക്കുന്ന വാക്കാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാന്ന് പറഞ്ഞു? അറ്റ് ഉപയോഗിക്കാന്ന് പറഞ്ഞു. അറ്റുണ്ട്, ബൈ ഉണ്ട്, ഇന്നുണ്ട്, ഓണുണ്ട്. പറഞ്ഞു നോക്കിയേ, ഏത് വരുന്നു? അറ്റവിടെ ഉത്തരമായിട്ട് വരുന്നു. അറ്റവിടെ ഉത്തരമായിട്ട് വരുന്നു. മറ്റൊരു ചോദ്യം നോക്കിയേ, ഐ ആം വെയിറ്റിംഗ് ഡാഷ് ദ ബസ് സ്റ്റോപ്പ്. ഐ ആം വെയിറ്റിംഗ് ഡാഷ് ദ ബസ് സ്റ്റോപ്പ്. അറ്റുണ്ട്, ഓണുണ്ട്, ഇന്നുണ്ട്, ബൈ ഉണ്ട്. ഏത് ഉത്തരം വരുന്നു? കൃത്യസ്ഥലങ്ങൾ അല്ലെങ്കിൽ സ്ഥലത്തിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു? അറ്റ് ഉപയോഗിക്കാം. ബസ് സ്റ്റോപ്പ് കൃത്യസ്ഥലമാണ്, അറ്റ് ഉപയോഗിച്ചിട്ട് പറയാം. അറ്റ് ദ ബസ് സ്റ്റോപ്പ്. മറ്റൊരു ചോദ്യം നോക്കിയേ, ദ കൺസേർട്ട് ബിഗിൻസ് ഡാഷ് നൂൺ. ദ കൺസേർട്ട് ബിഗിൻസ് ഡാഷ് നൂൺ. ഓപ്ഷനിൽ അറ്റുണ്ട്, ഇന്നുണ്ട്, ഓണുണ്ട്, വിത്തുണ്ട്. പറഞ്ഞു നോക്കിയേ, ഇവിടെ നോക്ക്, നൂൺ എന്ന് പറയുന്ന കൃത്യസമയമാണ്. അവിടെ നമുക്ക് എന്ത് ചേർത്ത് പറയാം?
അറ്റ് നൂൺ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അറ്റ് ക്ലിയർ ആണല്ലോ. 5 കണ്ടീഷൻസും അതുപോലെ തന്നെ അറ്റ് ഉപയോഗിക്കുന്ന വാക്കുകൾക്കൊരു കോഡും പഠിച്ചു. ക്ലിയർ ആണല്ലോ. അടുത്ത് നമ്മൾ നോക്കുന്നത് ഓണാണ്. രണ്ടാമത്തെ പ്രിപ്പോസിഷനാണ് ഓൺ എന്ന് പറയുന്നത്. ഓൺ എവിടെ ഉപയോഗിക്കാം നോക്കിയേ. ഒരു വസ്തുവിന് മുകളിലിരിക്കുന്നു, ഒന്നിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓൺ ഉപയോഗിക്കുന്നു. ഓൺ ദ ടേബിള്, ടേബിളിന് മുകളിലാണ്. ഓൺ ദ ഫ്ലോറിന് മുകളിലാണ്. ഓൺ ദി എന്ത് ചെയ്യുന്നു, ഡെസ്കിന് മുകളിലാണ്. അതേപോലെ ഓൺ ദ ചെയറിന് മുകളിലാണ്. ഒരു വസ്തുവിന് മുകളിലിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാം, ഓൺ ഉപയോഗിച്ചിട്ട് പറയാം. ഒന്നിന് മുകളിലാണ് ഇരിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഓൺ ഉപയോഗിക്കാം. നോക്കിയേ എക്സാമ്പിള്, ഓൺ ദ ടേബിള് എ ക്യാറ്റ് സിറ്റ് ഓൺ ദ ടേബിള്, അല്ലെങ്കിൽ എ ക്യാറ്റ് സിറ്റ്സ് ഓൺ ദ ടേബിൾ എന്നോ, എ ക്യാറ്റ് സിറ്റ്സ് ഓൺ ദ ഫ്ലോർ എന്നോ, എ ക്യാറ്റ് സിറ്റ്സ് ഓൺ ദ ചെയർ എന്നോ ഒക്കെ പറയാം. ഒന്നിന് മുകളിലിരിക്കുന്നു. ഓൺ ഫ്ലോർ, അതേപോലെ ഓൺ റൂഫ് ടോപ്പ് ഒക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നു. കോമൺലി യൂസേജ് ആണ്. ഒരു വസ്തുവിന് അല്ലെങ്കിൽ എന്തിനെങ്കിലും മുകളിലിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓൺ ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ നോക്കിയേ, പൂർണ്ണമായ, പരീക്ഷ ചോദിച്ച ക്വസ്റ്റ്യൻ, പൂർണ്ണമായ തീയതികൾക്ക് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം, ഓൺ ചേർത്തിട്ട് പറയാം. ഒരു പൂർണ്ണ തീയതികൾക്ക് മുന്നിൽ, നിങ്ങളെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചേർത്ത് പറയാം, ഓൺ ചേർത്തിട്ട് പറയാം. പൂർണ്ണമായ തീയതികൾക്ക് മുന്നിൽ ഓൺ ചേർക്കാം. പരീക്ഷ ചോദിച്ചാണ്, പോലീസ് കോൺസ്റ്റബിളിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിയേ എക്സാമ്പിള്, ഓൺ 30 ജൂൺ 2024. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റുകൾ എഴുതാം അല്ലേ. അപ്പോൾ നമ്മൾ പൂർണ്ണമായ തീയതികളാണെങ്കിൽ എന്ത് ചേർത്ത് പറയാം, ഓൺ ചേർത്തിട്ട് പറയാം. ഈ പാഠപുസ്തകത്തിൽ പ്രിപ്പോസിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ പ്രൊഫൈൽ റേറ്റിംഗ് ഉണ്ട്, കുട്ടികൾക്ക് പ്രൊഫൈൽ റേറ്റ് എഴുതാനുണ്ട്. 8, 9, 10ാം ക്ലാസ്സിലൊക്കെ പ്രൊഫൈൽ റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ പ്രൊഫൈൽ റേറ്റിങ്ങിൽ കുട്ടികൾക്ക് ഇന്ന്, ഓണ്, അറ്റ്, ബൈ ഇങ്ങനെയുള്ള വാക്കുകളുടെയൊക്കെ യൂസേജ് വെച്ചിട്ടാണ് പ്രൊഫൈൽ എഴുതേണ്ടത്. അതുകൊണ്ട് തന്നെ ബഹുഭൂരിഭാഗം ചോദ്യങ്ങൾ നമുക്ക് പൂർണ്ണമായും വരുന്ന ചോദ്യങ്ങളിൽ കൂടുതലും വരുന്നത് ഇന്ന്, ഓണ്, അറ്റ്, ബൈ ഒക്കെ വരുന്ന പ്രിപ്പോസിഷൻ വരുന്ന ചോദ്യങ്ങളാണ് കൂടുതലും കാണുന്നത്. അപ്പം പ്രിപ്പോസിഷൻ വളരെ പ്രധാനം. പിന്നെ അവർക്ക് ചോദ്യങ്ങളിൽ 5 മാർക്ക് പ്രിപ്പോസിഷൻ ഫില്ല് ചെയ്യാനും കൂടെ ഉണ്ട്. 5 മാർക്ക് ഗ്രാമർ ടോപ്പിക്കിൽ പ്രിപ്പോസിഷൻ ഫില്ല് ചെയ്യാനും കൂടെ ചോദ്യമാണ്. ഏകദേശം ഒരു 10 മാർക്കോളം സ്കൂൾ ടെക്സ്റ്റുകളിൽ പ്രിപ്പോസിഷൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ മിക്ക ചോദ്യങ്ങളിലും, മിക്ക പരീക്ഷകളിലും 1 മാർക്കിൻ്റെ ചോദ്യം പ്രിപ്പോസിഷൻ ആയിരിക്കും, ഓർമ്മയിലിരിക്കുക. അപ്പോൾ ഓൺ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പറഞ്ഞ് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു വസ്തുവിന് മുകളിലിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി ഓൺ ഉപയോഗിക്കാം. രണ്ടാമത് പൂർണ്ണമായ തീയതികൾക്ക് മുന്നിൽ ഓൺ ഉപയോഗിക്കാം. മൂന്നാമത്തെ കണ്ടീഷൻ നോക്കിയേ, ആഴ്ചകളുടെ പേരിന് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം, ഓൺ ചേർത്തിട്ട് പറയാം. നമ്മുടെ എന്ത് ചെയ്യും, സൺഡേ, അതുപോലെ വെനസ്ഡേ, അതുപോലെ സാറ്റർഡേ, ഇങ്ങനെയുള്ള ആഴ്ചകളുടെ പേരിന് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം, ഓൺ ചേർത്തിട്ട് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന ഓർമ്മയുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഴ്ചകൾ ഏതാണോ അത് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എഴുതാം. ഞാൻ പറയണത് തന്നെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഏത് പറയാം, ഓൺ സൺഡേ, ഓൺ മൺഡേ, ഓൺ വെനസ്ഡേ, ഏത് ആഴ്ചകളുടെയും പേരാണെങ്കിൽ. അപ്പോൾ ഡാഷ് കഴിഞ്ഞിട്ട് ഒരാഴ്ചയുടെ പേരാണ് കിടക്കുന്നതെങ്കിൽ എന്ത് ചേർത്ത് പറയുക, ഓൺ ചേർത്തിട്ട് പറയുക. ഓക്കെ, 3 കാര്യങ്ങളൊന്ന് പറഞ്ഞേ. ഒന്നാമത്തത് ഒന്നിന് മുകളിലിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി ഓൺ ചേർക്കുന്നു. രണ്ടാമത്തേതാണെങ്കിലോ രണ്ടാമത്തെ ഏത് പറഞ്ഞു, നമ്മുടെ ഏത് പറഞ്ഞു, പൂർണ്ണമായ തീയതികൾക്ക് മുന്നിൽ ഓൺ ചേർത്ത് പറയുന്നു. മൂന്നാമത്തേതാണെങ്കിലോ ആഴ്ചകളുടെ പേരിന് മുന്നിൽ ഓൺ ചേർക്കുന്നു. നാലാമത്തെ കണ്ടീഷൻ നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ ഫെസ്റ്റിവൽസിൻ്റെ പേര് കഴിഞ്ഞ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഡേ എന്ന വാക്ക് വന്നാൽ നമ്മൾ പറഞ്ഞു ആഴ്ചകളുടെ പേരാണെങ്കിൽ അവിടെ എന്താ, വെനസ്ഡേ, സൺഡേ, സാറ്റർഡേ, ഡേ വരുന്നു, അവിടെ ഓണാണ് ചേർക്കുന്നത്. നമ്മൾ എന്നാൽ ഇവിടെ ഒരു കാര്യം ആലോചിച്ചേ, ആഘോഷങ്ങളുടെ പേര് കഴിഞ്ഞ് ഡേ എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ആഘോഷങ്ങളുടെ പേര് കഴിഞ്ഞ് ഡേ എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചേർത്ത് പറയണം, ഓണ് ചേർത്ത് പറയണം. എന്ത് ചേർക്കാൻ പാടില്ല, അറ്റ് ചേർക്കരുത്. അപ്പം അതായത് ഓണം ഡേ, വിഷു ഡേ, ക്രിസ്മസ് ഡേ, ഇങ്ങനെയുള്ള ഡേ ചേർത്താണ് ആഘോഷങ്ങളുടെ പേര് പറയുന്നതെങ്കിൽ അറ്റ് ചേർക്കരുത്. പകരം എന്ത് ചേർത്ത് പറയുക, ഓണ് ചേർത്ത് പറയുക. എന്ത് ചേർത്ത് പറയണം, ഓണ് ചേർത്തിട്ട് പറയണം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ഓൺ ഉപയോഗിക്കുന്ന 3 പ്രധാനപ്പെട്ട കണ്ടീഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒരു വസ്തുവിനോ അല്ലെങ്കിൽ ഒന്നിനു മുകളിൽ ഇരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി ഓൺ ചേർക്കുന്നു. രണ്ടാമത്തത് ഏത് പറഞ്ഞു, പൂർണ്ണമായ തീയതികൾക്ക് മുന്നിൽ ഓൺ ചേർത്ത് പറയുന്നു. മൂന്നാമത് പറഞ്ഞത്
ആഴ്ചകളുടെ പേരിന് മുന്നിൽ ഓൺ ചേർക്കുന്നു. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി ആഘോഷങ്ങളുടെ പേര് കഴിഞ്ഞ് ഡേ എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓണ് ചേർത്ത് പറയാം. ആഘോഷങ്ങളുടെ പേര് കഴിഞ്ഞ് ഡേ എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓണ് ചേർത്തിട്ട് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്രിസ്മസ് ഡേ, അതുപോലെ വിഷു ഡേ, ഓൺ മൈ ബർത്ത്ഡേ, ഇങ്ങനെ നമുക്ക് ഡേ ചേർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ആണ് അവയ്ക്ക് മുന്നിൽ ചേർക്കേണ്ടത്.